നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഉഗ്രം കേരാച്ചൂര കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇന്നൊരു കേരാച്ചൂര മുളകിട്ട കറിയായാലോ? ആദ്യം തന്നെ കേരാച്ചൂര നല്ല വൃത്തിയായി കഴുകി കഷ്ണങ്ങളാക്കി മാറ്റി വയ്ക്കുക. അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് പകർന്നു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ ഉലുവ, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് വഴറ്റുക. അതൊരുവിധം മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ചുമന്ന ഉള്ളി ചേർക്കുക. ഒപ്പം തന്നെ സവോളയും ചേർക്കുക. നെടുകെ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. ഒപ്പം കുറച്ച് കരിവേപ്പിലയും. ഇതൊരുവിധം വാടി ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുന്നവരെ വഴറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കറി ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 4 തക്കാളി ചേർക്കുക. ഒപ്പം തന്നെ പൊടികളും ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് അരച്ച് വയ്ക്കുക. നമ്മുടെ വാടി വരുന്ന ഉള്ളിക്കൂട്ടിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർക്കുക. നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഇത് വഴറ്റിയെടുക്കണം. എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കുക. ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പിന്നീട് നമ്മൾ ചേർക്കേണ്ടത് കുടംപുളിയാണ്. കുടംപുളിയും കൂടെ ഇട്ട് നല്ല രീതിയിൽ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മീൻ കഷ്ണങ്ങൾ മുഴുവനായും ചാറിൽ മുങ്ങിക്കിടക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മീൻ ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം സ്പൂണോ തവിയോ ഒന്നും ചേർത്ത് നമ്മൾ അധികം ഇളക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക മാത്രമേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു ഏകദേശം 10 മുതൽ ഒരു 15 മിനിറ്റ് സമയം നമ്മുടെ ഈ കഷ്ണങ്ങൾ ചട്ടിയിൽ കിടന്ന് നല്ല രീതിയിൽ വേവണം. നല്ല ഉഗ്രൻ ചോറിൻ്റെ ഒപ്പവും ചീനി വേവിച്ചൊപ്പം കപ്പയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായൊരു കറിയാണിത്. നല്ല രീതിയിൽ അടച്ചു വെച്ച് തിളച്ചതിന് ശേഷം ഒരല്പം പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. സ്വാദിഷ്ടമായ കേരാച്ചൂര മുളകിട്ട കറി തയ്യാറായിരിക്കുന്നു.